പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. ഈ വചനഭാഗത്ത് യേശുവിന്റെ പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രാവശ്യം യേശു ശിഷ്യന്മാരോട് പ്രഘോഷിക്കുന്നതായിട്ട് അരുൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. സമുദ്രപുത്രന്മാര് യേശുവിനോടൊന്ന് അഭ്യർത്ഥിക്കുന്നു. അവരെ രണ്ടുപേരെയും യേശുവിന്റെ വലതും ഇടത്തും ഇരുത്തണമെന്നുള്ളത് യേശു ചോദിക്കുന്നുണ്ട്. യേശു കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് അവർക്ക് കുടിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അവർ അതേ എന്ന് പറയുന്നു. എന്നാൽ യേശു പറയുന്നുണ്ട്, യേശുവിന്റെ വലതും ഇടത്തും ഇരുത്താൻ പിതാവായ ദൈവം ആർക്കാണോ ആ സ്ഥാനം വച്ചിട്ടുള്ളത് അവർക്കാണ് പിതാവായ ദൈവം നൽകുന്നതെന്ന്. യേശു വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. യേശുവിന്റെ ആ എളിമ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശുശ്രൂഷിക്കപ്പെടുവാനായിട്ടല്ല വന്നിരിക്കുന്നത്, ശുശ്രൂഷിക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്നും നമ്മൾക്ക് എന്ത് ലഭിക്കും എന്നുള്ളതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും. നമ്മളെപ്പോഴും ദാസന്മാരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ശുശ്രൂഷ മനോഭാവം നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെയാകുമ്പോൾ അനേകരെ നമ്മൾക്ക് നമ്മുടെ സൗഹൃദ ബന്ധത്തിൽ കിട്ടുകയും ചെയ്യും. അതുകൂടാതെ തന്നെ നല്ല മാതൃക നിറഞ്ഞ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്കും അത് അനുകരിക്കുവാനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.